എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭക്തവത്സലനായ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷത്തെക്കുറിച്ച് ഒരു ഭക്ത വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ജനിച്ചതും വളർന്നതും പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ബോംബെയിൽ വന്നു. വിദ്യാഭ്യാസമുണ്ടായിരുന്നതുകൊണ്ട് ബോംബെയിലെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചു. ഇപ്പോൾ റിട്ടയർഡായി. മക്കളും കൊച്ചുമക്കളുമായി ബോംബെയിൽ സമാധാന ജീവിതം നയിക്കുന്നു. എന്തോ അസുഖം തോന്നിയപ്പോൾ പരിചയമുള്ള ഡോക്ടറെ കണ്ടു. ഡോക്ടർ വലിയൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. വിശദമായ പരിശോധനകൾക്ക് ശേഷം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ വിധി വന്നു. ക്യാൻസർ അന്തിമ സ്റ്റേജിൽ. ചികിത്സ ഫലം ചെയ്യില്ല. ജീവിതം ബാക്കി ഇനി ഏതാണ്ട് 8 ആഴ്ച കൂടി മാത്രം. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വയസ്സ് 70 കഴിഞ്ഞു. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. നാട്ടിൽ വേരുകളുമുണ്ട്. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഗുരുവായൂരപ്പനെ കാണാറുണ്ട്. 8 ആഴ്ച ബാക്കിയുണ്ടല്ലോ ആയുസ്സിന്. പണ്ടെങ്ങോ വാങ്ങിയ നാരായണീയം പൊടി തട്ടിയെടുത്തു. മാനസികവും ശാരീരികവുമായ പ്രയാസത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഒരു ശ്ലോകം പോലും വായിക്കാൻ ബുദ്ധിമുട്ടി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരധ്യായം വായിക്കാമെന്നായി. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ നാരായണീയം മുഴുവനും വായിച്ചു തീർത്തു. വായനയുടെ പുരോഗതിക്കനുസരിച്ച് അവരുടെ അസുഖം കുറഞ്ഞു വന്നു. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാം, അത്യാവശ്യം നടക്കാം. ഡോക്ടർ പറഞ്ഞ ആഴ്ച കഴിയുമ്പോഴേക്കും 100% നോർമലായ പോലെ. അസുഖത്തിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. വളരെ ബുദ്ധിമുട്ടി മരണ വാറന്റ് തന്ന ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി. അഭിനവ ഈശ്വരനായ ഡോക്ടർക്ക് അവർ പറഞ്ഞതൊന്നും വിശ്വാസമായില്ല. വളരെ പ്രയാസത്തിൽ ഡോക്ടർ വീണ്ടും സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചു. സ്കാൻ റിസൾട്ടിലാണെങ്കിലോ ഒരു രോഗലക്ഷണവുമില്ല. ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. റിസൾട്ട് തഥൈവ. ഡോക്ടറുടെ ഈഗോ കാരണം മറ്റൊരു ക്ലിനിക്കിൽ പോയി പിന്നെയും സ്കാൻ ചെയ്യാൻ നിർദ്ദേശം വന്നു. അവിടെ നിന്ന് ഒരു ക്ലീൻ റിപ്പോർട്ട്. ഡോക്ടറുടെ തലയിൽ വെളിച്ചം വരാൻ തുടങ്ങി. അവരെ ഡോക്ടറുടെ മുറിയിൽ വിളിച്ചിരുത്തി. ഡോക്ടർ ചോദിച്ചു, എന്തു സംഭവിച്ചു? ഗുരുവായൂരപ്പനും നാരായണീയവും വിസ്തരിച്ച് കേൾപ്പിച്ചു. ഇപ്പോഴെന്തായി? ആ ഡോക്ടർക്കും ഗുരുവായൂർ വന്ന് ഭഗവാനെ കാണണം എന്ന ചിന്തയായി. കണ്ടില്ലേ, ഇതാണ് ഭക്തവത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം. എല്ലാവരും ഭക്തിയോടെ വിളിച്ചോളൂ, ഭഗവാനെ, ഭക്തവത്സല, കാരുണ്യസിന്ധു. ഭക്തരെയെല്ലാം കൈവടിയാതെ എന്നെന്നും കാത്തുരക്ഷിക്കണമേ. നന്ദി.